കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയാം രാജ്യസഭയിലും ലോക്സഭയിലും കനത്ത പ്രതിഷേധങ്ങൾ പ്രക്ഷുബ്ധമാകുന്ന ഇരു സഭകളും പ്രക്ഷുബ്ധമാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. മണിപ്പൂരിലും സംഭൽ വിഷയങ്ങളിലുമൊക്കെ ഒപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിലടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ പാർലമെന്ററി സംയുക്ത സമിതിക്ക് വിടാമെന്ന് കേന്ദ്രം. ബില്ല് അവതരണ അനുമതിക്ക് വേണ്ടി നടത്തിയ വോട്ടെടുപ്പിൽ 269 എംപിമാരാണ് അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയത്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണ് ബില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സംയുക്ത പാർലമെന്ററി സമിതിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. അതേസമയം സഭയിൽ ഹാജരാകാത്ത BJP എംപിമാർക്ക് പാർട്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സ്വാതി, ഇന്ന് സഭയിൽ എന്താണ് നടക്കാൻ സാധ്യത? പ്രമേയം അവതരിപ്പിക്കാതെ JPCക്ക് വിടാമെന്നുള്ള പ്രമേയം അവതരിപ്പിക്കാതെയാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ JPCക്ക് വിടാം, അതിന് താല്പര്യക്കുറവൊന്നുമില്ല എന്ന തീരുമാനം അറിയിച്ചത്. ഈ സമിതിയെ നിശ്ചയിച്ചതിന് ശേഷം പ്രമേയം എന്നതാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം? ഇന്ന് സഭയിൽ എന്തൊക്കെ നടക്കാനുള്ള സാധ്യതകളാണുള്ളത്? അന്ന, ഇന്ന് പ്രധാനമായും നടക്കുന്നത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ബില്ല് അവതരിപ്പിച്ചത്. ബില്ല് അവതരിപ്പിച്ചതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. ബില്ല് അവതരണത്തിനായുള്ള വോട്ടെടുപ്പടക്കം നടത്തുമ്പോൾ ഭരണകക്ഷിക്ക് 269 വോട്ട് അനുകൂലമായി വോട്ട് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷവും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. അപ്പോൾ കേന്ദ്രം പറയുന്നത് ഇത് JPCക്ക് വിടാം എന്നുള്ളതാണ്. ഇനി ഇതിനു മുന്നിൽ, അല്ലെങ്കിൽ ഈ ഒരു ബില്ല് അവതരിപ്പിച്ച സ്ഥിതിക്ക് ഇനി മുന്നിലുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് JPCക്ക് വിടുക എന്നുള്ളതാണ്. അതിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷം അംഗീകരിക്കുന്നത്. നേരത്തെ ബില്ല് അവതരണം പാടില്ല, അല്ലെങ്കിൽ ബില്ല് അവതരിപ്പിക്കില്ല എന്നുള്ള ആവശ്യം തന്നെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചത്. എന്നാൽ ബില്ല് അവതരിപ്പിക്കുകയും അതിനുശേഷം ഇനിയിപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അത് JPCക്ക് വിടണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും പാർലമെന്റിൽ ഇത് JPCക്ക് വിടുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു തീരുമാനം ഉണ്ടായേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റ് ചില ബില്ലുകൾ കൂടി ഇന്ന് സഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഗോവയിലെ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ബില്ലായിരിക്കും അവതരിപ്പിക്കുക. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യമുണ്ട്. നിരവധിയായിട്ടുള്ള പ്രതികരണങ്ങൾ അത് സംബന്ധിച്ച് നമുക്ക് തന്നെ ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇത് ഈ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്തുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് ഉണ്ടാകുന്നത്. ഇതിൽ കേന്ദ്രം വാദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കുറച്ചുകൂടി എളുപ്പമാകും, അതിൽ ചെലവ് കുറയ്ക്കാൻ കഴിയും. അത്തരത്തിലുള്ളൊരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതൊക്കെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളെല്ലാം കവർന്നെടുക്കുന്ന തരത്തിൽ ഭരണഘടനാ മൂല്യങ്ങളെയും ഫെഡറൽ സംവിധാനത്തിനെയും ഒക്കെ അട്ടിമറിക്കുന്ന തരത്തിലേക്കുള്ളൊരു നടപടിയുടെ ഭാഗമാണ് ഇത്. ഇതിന് പിന്നിൽ BJPക്ക് കൃത്യമായ അജണ്ടയുണ്ട്. കാരണം ഈ ഒരേ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കം ഒരുമിച്ച് വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഭരണഘടനയ്ക്ക് അതീതമായുള്ളൊരു കാര്യമാണ്. ഒരു ലോക്സഭയുടെ കാലാവധി കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭകളെ പിരിച്ചുവിടേണ്ടി വരുന്ന അവസ്ഥ, സംസ്ഥാന നിയമസഭയുടെ കാലാവധി തന്നെ കേന്ദ്രം തീരുമാനിക്കുന്നു. അത്തരത്തിലൊരു ദേശീയ തലത്തിലേക്ക് ഇതെല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് തന്നെയാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. അത് ഭരണഘടനയ്ക്ക് അതീതമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം ആ ആവശ്യത്തിൽ കൃത്യമായ നിലപാടാണ് കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ല് അവതരണത്തിനായി തന്നെ ഒരു വോട്ടെടുപ്പ് നടത്തേണ്ട സാഹചര്യം വരുന്നു. ഇലക്ട്രോണിക് വോട്ടിങ്ങും പിന്നീട് സ്ലിപ്പ് വോട്ടിങ്ങും നടത്തുന്നു. ആ വോട്ടിങ്ങിൽ തന്നെ 269ഓളം അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ആ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്നലെ സഭയിൽ ഉണ്ടായത്. അപ്പോൾ ഈ വിഷയത്തിൽ JPCയുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ JPCക്ക് വിട്ടുകഴിഞ്ഞാൽ എന്തെല്ലാം വോട്ടെടുപ്പ് നടത്തുകയാണ് ചെയ്തത്. 467-ൽ 269 പേർ അതിൽ പിന്തുണയ്ക്കുകയും ചെയ്തു. അതായത് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ല എന്ന ആത്മവിശ്വാസക്കുറവ് ഈ JPCക്ക് വിടാനുള്ള തീരുമാനത്തിന്, വലിയ തർക്കത്തിനൊന്നും നിൽക്കാതെ കേന്ദ്രം ആ തീരുമാനത്തിലേക്ക് എത്തിയതിന് പിന്നിൽ ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമില്ലായ്മയാണ് എന്നുകൂടിയുണ്ട്.
തീർച്ചയായും അന്ന സൂചിപ്പിച്ച പോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം, അതായത് അമിത്ഷാ ഈ കാര്യം സൂചിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇത് JPCക്ക് വിടാം എന്നുള്ള തീരുമാനം ആയിരുന്നു. കാരണം ഇത് കേന്ദ്രത്തിനറിയാം ഈ ബില്ല് അവതരിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് BJPയെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. അത് അങ്ങനെ എളുപ്പം കടന്നു കഴിയാൻ അത്തരത്തിലൊരു കടമ്പയല്ല മുന്നിലുള്ളത് എന്ന് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ JPCക്ക് വിടാം എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിക്കുകയും അത് ഇപ്പോൾ ബില്ല് അവതരണത്തിന് ശേഷം അത് പ്രതിപക്ഷം വീണ്ടും ആവശ്യപ്പെടുമ്പോൾ അതിൽ തന്നെ ഉറച്ച് അങ്ങനെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളത് കേന്ദ്രം തീരുമാനിക്കുന്നത്. ഈ 1/3 ഭൂരിപക്ഷം വേണമെന്ന് പറയുമ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ BJPയുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ലോക്സഭയിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും JPCക്ക് വിടുമോ എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതായിരിക്കും ഇന്ന് സഭയിൽ പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്, JPCക്ക് വിടുമോ എന്നുള്ളത്. എന്നാൽ ഈ JPCക്ക് വിട്ടുകഴിഞ്ഞാലുള്ള പ്രധാന ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ പല നിയമവിദഗ്ധരടക്കം അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ചർച്ചയ്ക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. ഈ നിയമത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും എല്ലാ വ്യവസ്ഥകളും ഒക്കെ തന്നെയും കൃത്യമായി പരിശോധിച്ച് പോകും എന്നുള്ളതാണ് JPCക്ക് വിടുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് JPC എന്ന് പറയുന്ന വാദത്തിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷം എത്തി നിൽക്കുന്നത്. നേരത്തെ ബില്ല് അവതരണമേ ആവശ്യമില്ല, അല്ലെങ്കിൽ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാട് കൃത്യമായും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചുണ്ടായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കണ്ടത്. ഈ ബില്ല് അവതരിപ്പിക്കാൻ എത്തുമ്പോൾ തന്നെ പ്രതിപക്ഷം കൃത്യമായ കാര്യങ്ങൾ ഈ ഭരണഘടനാ വിരുദ്ധമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ സംയുക്ത പാർലമെന്ററി സമിതിയെ ഏൽപ്പിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതോ ഈ ശീതകാല സമ്മേളനത്തിനുള്ളിൽ തന്നെ സമിതിയെ പ്രഖ്യാപിക്കുകയാണോ നയം എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. സ്വാതിയോടെ എനിക്കൊരു വാർത്ത കൂടി ചോദിച്ചറിയാനുണ്ട്. കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ്. സ്വാതി തുടരണം. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കർഷകർ. പഞ്ചാബിലെ കർഷകർ റെയിൽ റോക്കോ സമരം ഇന്നാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണിക്കൂർ ട്രെയിൻ തടയാൻ കർഷകർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മിനിമം താങ്ങുവില നിയമപരമാക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തിയ ദില്ലി ചലോ മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. കർഷകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 17ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ തുടർന്നാണ് കർഷകർ പുതിയ സമര രീതിയുമായി മുന്നോട്ട് വന്നത്. സ്വാതി തുടരുന്നുണ്ട്. സ്വാതി, ഇന്ന് ഈ സമര രീതി എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരവുമായി തെരുവിലിറങ്ങിയ സമയത്തൊക്കെ അതിനെ അടിച്ചമർത്തുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. കർഷകരെ തടയുന്ന അല്ലെങ്കിൽ അവർക്ക് നേരെ കണ്ണീർവാതകമടക്കം പ്രയോഗിച്ച് അവരെ തളർത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, ഗുരുതരമായ പരിക്കുകളേറ്റ കർഷകരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇനി ഈ സമരം എങ്ങനെ കൊണ്ടുപോകാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പഞ്ചാബിൽ റെയിൽ റോക്കോ എന്ന പേരിൽ ട്രെയിൻ തടയൽ സമരമുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കൂടി. അന്ന, കർഷകർ എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഈ പ്രക്ഷോഭം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. 101ഓളം വരുന്ന കർഷകർ കഴിഞ്ഞ ദിവസം ഒരു 3 തവണയാണ് ഈ ദില്ലി ചലോ മാർച്ചുമായി അല്ലെങ്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദില്ലിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ആ ശ്രമങ്ങളെയെല്ലാം ഹരിയാന പോലീസ് തടഞ്ഞു എന്നുള്ളതാണ്. അനുമതി നിഷേധിക്കുകയും ഈ പ്രതിഷേധിച്ച കർഷകർക്ക് നേരെ കണ്ണീർവാതകം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെയും വീണ്ടും കർഷകർ അടുത്തൊരു സമരവുമായി മുന്നോട്ട് വരുന്നു. ട്രാക്ടർ റാലി നടത്തുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് ട്രാക്ടർ റാലി പഞ്ചാബിൽ ആരംഭിച്ചത്. അപ്പോൾ പഞ്ചാബിൽ, അതായത് ഇതിന് ഈ സംയുക്ത കിസാൻ മോർച്ചയ്ക്ക് അതീതമായിട്ടുള്ള മറ്റ് രാഷ്ട്രീയതര പാർട്ടികളടക്കം ഈ ഒരു സമരത്തിൽ പങ്കുകൊള്ളുമ്പോൾ എല്ലാ കർഷക സംഘടനകളെയും ചേർത്തുകൊണ്ട് ഈ സമരം കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പഞ്ചാബ് ട്രാക്ടർ റാലി നോക്കിക്കഴിഞ്ഞാൽ വിവിധ ഇടങ്ങളിൽ കർഷകർ ഈ ട്രാക്ടറുമായി റാലി നടത്തുമ്പോൾ അതിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് പല കോണുകളിൽ പല വഴികളിൽ കർഷകർ കാത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ കർശനമായി വിമർശിക്കുന്ന തരത്തിലേക്ക് കർഷകർ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും കർഷകരുടെ ഒരു കർഷകർ സംഘടിച്ച് മുന്നോട്ട് വരുന്നത് കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അനുമതി നിഷേധിക്കുന്നതും
ഈ ദില്ലി ചലോ മാർച്ചിനെ അടക്കം ഈ പോലീസ് ആക്രമിച്ചുകൊണ്ട് അവരെല്ലാം 17ഓളം കർഷകർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു സമര ആഹ്വാനവുമായി കർഷകർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് 12 മണി മുതലാണ് പഞ്ചാബിലെ പ്രധാനപ്പെട്ട ഈ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലാണ് ഇപ്പോൾ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 309 ദിവസത്തോളമായിട്ടുണ്ട് ഈ കർഷകർ ഈ ഖനൌരിൽ തന്നെ തടിച്ചുകൂടി സമരം തുടങ്ങിയിട്ട്. അപ്പോൾ ഈ പഞ്ചാബിലെ കർഷകർ ഇന്ന് ഈ റെയിൽ റൊക്കോ എന്ന് പറയുന്ന മാർച്ച്, അതായത് ട്രെയിൻ തടയൽ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 12 മണിയോടെ ഈ സമരം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 3 മണിക്കൂർ ഈ കർഷകർ റെയിൽവേ സ്തംഭിപ്പിക്കും എന്നൊരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. ഇതെന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെ ആവുകയാണ്. ഓരോ ദിവസവും കർഷകർ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളിയാവുന്നുണ്ട്. ഇതിൽ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ നിരാഹാരം ഇരിക്കുന്ന കർഷകരുണ്ട്. ദല്ലേവാൾ അടക്കമുള്ളവരുടെ ഈ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്ക സുപ്രീം കോടതി അടക്കം മുന്നോട്ട് വെച്ച ഒരു സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയും ആശങ്ക രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ നിരാഹാരം ഇരിക്കുന്ന കർഷകരെ കേന്ദ്ര സംഘം കാണാനും അതിനുശേഷം അവരുടെ ആവശ്യങ്ങൾ കേൾക്കാനുമുള്ളൊരു നടപടിയിലേക്കൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ ഈ നിരാഹാരം ഇരിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വലിയ ആശങ്ക കർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ദല്ലേവാളിൻ്റെയൊക്കെ ആരോഗ്യസ്ഥിതി 22 ദിവസത്തിലേക്ക് നിരാഹാരം കടക്കുമ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വലിയ ആശങ്ക കർഷകർക്ക് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദല്ലേവാളിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കേന്ദ്ര സർക്കാർ കൃത്യമായി മറുപടി പറയേണ്ടി വരും. കർഷക രോഷം ഒരിക്കലും അടങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഈ മുന്നോട്ടുള്ള ഈ സമര പരിപാടികൾ കാണിക്കുന്നത്. 12 മണിയോടെ തന്നെ രീതികളിലൂടെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് കർഷക സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദല്ലേവാൾ അടക്കമുള്ള കർഷക നേതാക്കൾ നിരാഹാരം ഇരുന്നു കൊണ്ടും വളരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദില്ലി മാർച്ചിന് അനുവാദം കൊടുക്കാത്തത് കൊണ്ട് ട്രെയിൻ തടയൽ സമരത്തിലേക്കൊക്കെ കർശനമായ രീതികളിലേക്കൊക്കെ സമര രീതികളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് കർഷക സംഘടനകൾ. എന്തായാലും സ്വാതി, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പാർലമെന്റ് വാർത്തയുണ്ട്, കർഷകരുടെ സമരമുണ്ട്. ഇന്നും സ്വാതിക്ക് റെസ്റ്റ് ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ തുടർച്ചയായി ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കാം നമുക്ക്.